വരുന്ന 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കും? ഓക്കെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരികയാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ഈ ഒരു ടൈം പീരീഡിൽ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു റീബർത്ത് ഉണ്ടാവുകയാണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു സെലിബ്രേഷൻ ഉണ്ടാവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം ഇത്ര സമയത്തിനുള്ളിൽ വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷത്തിനുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആൻഡ് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപാട് പ്രതീക്ഷകളായിരിക്കാം, ഒരുപാട് സ്വപ്നങ്ങളായിരിക്കാം, എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു ചേഞ്ച് വരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ്. മേ ബി ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. ഒരു റീകൺസിലേഷൻ ഈ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആകാം, ഒരു ഒരു മെസ്സേജ് ആകാം, ഒരു കോൾ ആകാം, നിങ്ങൾക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ റെസൊനേറ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു സ്പ്രെഡിലൂടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ്സ് ആണ് എല്ലാം കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോസിബിൾ ആവുന്നുണ്ട് എന്നാണ്. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ സക്സസ് ആവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അഥവാ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടും. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് വളരെ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. മേ ബി കുറച്ച് പേർക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആവുന്നത് എന്ന് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു വിവാഹ ബന്ധം ചിലപ്പോൾ ഉറയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിൽ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിൽ എത്താനോ ഉള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം ടെലിപ്പതി, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഒരു സോൾമേറ്റ് കണക്ഷനും ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി ബാലൻസ് ആവുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ മെയിനായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എത്ര ദിവസം എന്നില്ല, നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡായിട്ടാണ് ഇവിടെ എല്ലാം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് വളരെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. കാരണം ഇവിടെ സെലിബ്രേഷൻ വന്നിട്ടുണ്ട്, റീബർത്ത് ഉണ്ട്, ന്യൂ ബിഗിനിങ് ഉണ്ട്, സോൾമേറ്റ് ഇൻഫ്ലുവൻ കണക്ഷൻസ് കാണുന്നുണ്ട്, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ തിങ്ക് പോസിറ്റീവ്ലി ആൻഡ് അട്രാക്ട് പോസിറ്റീവ് തിങ്സ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും ഡിവൈനുമായിട്ട് വളരെ അടുത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ട് നിങ്ങൾ പലരും ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം.
അതുപോലെ തന്നെ നിങ്ങളിൽ ഒത്തിരി പേര് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഈ പ്രണയത്തിന് വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റ് ചെയ്യുന്നൊരു പേഴ്സണാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനുകൾ പോസിബിലിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. മേ ബി അവരുടെ ലൈഫിൽ 2 ഡിസിഷൻ അവർക്ക് എടുക്കാൻ കഴിയാത്തവണ്ണം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ലത്തിലാണ് ആ വ്യക്തി ഉള്ളത്. മേ ബി നിങ്ങളുടെ ആ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ആരെയാണ് അവർക്ക് പരിഗണിക്കേണ്ടത് എന്നറിയാൻ കഴിയാത്ത വിധം ആ വ്യക്തിയുടെ ഫാമിലിയിൽ ഉള്ള ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂ ആയിരിക്കാം. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ആ വ്യക്തി താരതമ്യം ചെയ്യാണ്. ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ആ വ്യക്തിക്ക് അറിയില്ലായിരിക്കണം. ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ ഹാപ്പി സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ പോകുന്നത് എങ്കിലും അതിലൊന്നും ആ വ്യക്തിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ആ വ്യക്തി വളരെയധികം സ്റ്റക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. മേ ബി ഈ ഒരു സമയത്ത് ആ വ്യക്തി എനർജി ഇംബാലൻസ് ആയിട്ട് ഇരിക്കുന്നൊരു സിറ്റുവേഷനിലാണ്. എല്ലാ കാർഡ്സും അത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക. ആ വ്യക്തിക്ക് എന്താണ് അവരുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. അത്തരമൊരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 48 ഹവേഴ്സിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഒരു ചാൻസ് ഇവിടെ പറയാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് അവർ ഉപേക്ഷിക്കാണ്ട് അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് ചില ചില സിറ്റുവേഷൻസ് അവരെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ്. ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഒരു തേർഡ് പേഴ്സൺ എന്നായിരിക്കില്ല, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളെ ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയാൻ ഒരിക്കലും കഴിയാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് ആ വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിച്ച അത്ര കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ എൻഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഒരു പവർ കിട്ടുന്നതായിട്ടാണ്, അതായത് നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.